ഈശ്വമിശിഹായ്ക്ക് ദൈവപിതാവ് തന്റെ വാഗ്ദാനങ്ങളിൽ നിന്നും വിശ്വസ്തനാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം 21 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. സ്നാപകന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകുവാനായി ദൂതൻ സക്രിയയെ സമീപിക്കുമ്പോൾ ആ അരുളപ്പാടിന്റെ സംശേഷത്തിനാൽ അവൻ മൂകനായി തീർന്നു. ദൈവാലയത്തിന് പുറത്ത് കാത്തുനിന്ന ജനം സക്രിയയുടെ നിശബ്ദത വഴി അവന് ഏതൊരു ദർശനമുണ്ടായെന്ന് മനസ്സിലാക്കി. ദൈവം തന്റെ വന്ധ്യത എടുത്തു മാറ്റി ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കാൻ ഒരുങ്ങുന്നു എന്നറിഞ്ഞ എലിസബത്ത് മറ്റാരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടാതെ 5 മാസക്കാലം ജീവിച്ചു. അതിനുശേഷം അവളുടെ അതരങ്ങളിൽ നിന്ന് ഉയരുന്നത് ദൈവത്തിനായുള്ള സ്തുതിഗീതങ്ങളാണെന്ന് 25-ാം വാക്യത്തിൽ നാം കാണുന്നു. 2 കാര്യങ്ങളാണ് ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുക. ഒന്നാമതായി, വിശ്വാസത്തോടെ ദൈവിക പദ്ധതികൾക്കായി നാം കാത്തിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്നും ദൈവത്തിന്റെ ഹിതം മാത്രം നിറവേറുവാനായി നാം പ്രാർത്ഥിക്കണം. രണ്ടാമതായി, ആന്തരിക മൗനത്തിലൂടെ മാത്രമേ വിശ്വാസത്തിൽ നാം ദൃഢപ്പെടുകയുള്ളൂ. ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ നിന്നും ദൈവത്തിന്റെ സ്വരം കേൾക്കുവാൻ നമ്മെ ശക്തരാക്കുന്നത് നിശബ്ദതയാണ്. ദൂതന്റെ വാക്കിനെ പിന്നീട് വിശ്വസിക്കുവാൻ സക്രിയയെ പ്രാപ്തനാക്കിയതും ദൈവം നൽകിയ അനുഗ്രഹമാണിതെന്നറിഞ്ഞ് നന്ദി പറയാൻ എലിസബത്തിനെ ശക്തിയാക്കിയതും ഈ നിശബ്ദതയാണ്. അതിനാൽ രക്ഷകന്റെ തിരുപ്പിറവിക്കായി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിനങ്ങളിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം സ്മരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ.